ഷാർജയിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഷാർജ ആർട്ട് മ്യൂസിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അത് തുറന്നതേ ആർട്ട് മ്യൂസിയം ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. ജീവൻ തുടിക്കുന്ന പെയിൻറ്റിങ്ങുകൾ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. ഒട്ടും ആൾക്കാരില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. ഒന്നോ രണ്ടോ പേരും കൂടെ വന്നു. അതുകൊണ്ട് തന്നെ വളരെ സമാധാനമായിട്ട് അതിൽ നടന്ന് കാണാൻ പറ്റി. ഫുള്ളി എയർ കണ്ടീഷൻഡാണ്, അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അത് എയർ കണ്ടീഷനിലാണ് എന്നാണ് അറിയാൻ പറ്റിയത്. കാരണം ഈ ആർട്ട് വർക്കുകളൊക്കെ അതേപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ ടൈം AC ഇട്ടേക്കുന്നത്. നമ്മൾ ആളുകൾക്ക് പോകുമ്പം ഉള്ളൊരു കുളിര് കിട്ടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ആർട്ട് വർക്കുകളെല്ലാം സേഫായിട്ടിരിക്കാനായിട്ടാണ് ഫുൾ ടൈം അതിൻ്റെ അകത്ത് AC ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ആർട്ട് മ്യൂസിയത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനേക്കാൾ കൂടുതൽ സമാധാനമായിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് ഒത്തിരി കാഴ്ചകൾ, ഒത്തിരി ആർട്ട് വർക്കുകൾ കാണാൻ പറ്റും. നോക്കി, ഇതുപോലെയുള്ള വെറൈറ്റി പരിപാടിയുണ്ട്. പിള്ളേർ വരച്ചേക്കുന്ന കണക്കത്തെ പടങ്ങളാണെന്ന് തോന്നും. അതുപോലെ ഇങ്ങനെയുള്ള മേസ്ത്രി വർക്കുകൾ, ആശാരി വർക്കുകളൊക്കെ കാണാം. ഈ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അവിടെയുള്ള രാജൻ ആശാരി ചെയ്യുമെന്നൊക്കെ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പറയുന്നത് കേട്ടു. ഇത് നോക്കി, ഇതാണെങ്കിലും തടിയിലുള്ള വർക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഇരുമ്പിൻ്റെ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കുകളാണ്. അതിന് തന്നെ ഒരു ഭയങ്കര ബ്യൂട്ടിയുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളാണ് അവിടെ ഏറ്റവും ഹൈലൈറ്റുള്ളത്. ഓരോ സെക്ഷൻ തിരിച്ച് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ ഒരു നില കൂടി തുടങ്ങാനായിട്ട് പോകുന്നുള്ളൂ. കാരണം അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെക്ഷനിലേക്ക് നമ്മളെ കടത്തി വിട്ടില്ല. ബാക്കി ആ ഏരിയയിലെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. അത് ഇങ്ങനെ കണ്ടു തീർക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ സമയമെങ്കിലും എടുക്കുക. നമ്മൾ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്നൊന്ന് പോയി കറങ്ങി വന്നു എന്നേ ഉള്ളൂ. ഇത് നോക്കി എത്ര ഭംഗിയൊന്നും ഈ ആർട്ട് വർക്ക് നോക്കി. അതൊക്കെ ചെയ്തിരിക്കുന്നത് എത്ര കലാപരമായിട്ടാണെന്ന് ആലോചിച്ചു. ഒരു വീടിൻ്റെ സാധനം പോണൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ വരയൊക്കെ ആണെങ്കിലും പെർഫെക്ഷനുണ്ട്. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ ഇത് കുറച്ച് നേരം നിന്ന് കണ്ട് എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇത് ഷാർജയുടെ അല്ലെങ്കിൽ UAEയുടെ ഒരു ഹിസ്റ്ററിയാണ് ഈ ആർട്ട് മ്യൂസിയത്തിലൂടെ അവർ കാണിക്കുന്നത്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. വായിച്ചൊക്കെ നോക്കി നമ്മൾ പതിയെ പോകണം. അപ്പം കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കേ.